ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പൗർണമി പൂജയാണ്. പൗർണമി ദിവസം കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ പുറത്ത് കടൽ തീരത്ത് ത്രിവേണി സംഗമ സ്ഥലത്ത് ഈ പൂജ നടക്കുന്നത്. പൗർണമി ദിവസം നടക്കുന്ന ഈ പൂജ വളരെ പ്രാധാന്യവും ഭക്തി നിർഭരവുമാണ്. ഈ പൂജയുടെ കൂടുതൽ വിവരങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന റാണിയും സഹപ്രവർത്തകയും നമ്മളോട് പറയുന്നതാണ്. ഈ പൂജ കാണാൻ ഒത്തിരി ആൾക്കാർ കൂടുന്നുണ്ട്. എല്ലാ മാസവും പൗർണമിക്കാണ് ഈ പൂജ നടക്കുന്നത്. വീഡിയോ എടുക്കുന്നത് കണ്ട് ഒരു കൊച്ചു മോൻ കൈ കാണിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഏകദേശം 6:30 മണിയായപ്പോൾ ഈ പൂജ തുടങ്ങി. 8 മണി അടുപ്പിച്ച് ഉണ്ടായിരുന്നു ഈ പൂജ. ഈ കാണുന്നതാണ് സമുദ്ര ആരതി. ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ഇതുപോലെ പൂജ കണ്ടിട്ടാണ് ഈ പൗർണമിക്കും ഇത് കാണാൻ വന്നത്. പൂർണിമ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. மாதம் தோறும் இது வந்து பௌர்ணமிக்கு நடக்கும். இங்கே நம்ம கல்யாணம் ஆகாதவங்க, சாமியோட பிரசன்னா கல்யாணம் ஆகாதவங்களுக்கு மாலை வாங்கி போடுவாங்க. தாமரை பூ அதெல்லாம் வந்து இங்கே ரொம்ப பிரசித்தி. மாதத்துக்கு பௌர்ணமிக்கு நம்ம நினச்ச காரியம், எத்தனை மாதம் நடக்கும் நினச்ச காரியம் வந்து இங்கே ഈ പൂജയെ പറ്റി ഒന്ന് പറയാമോ? ഈ പൂജ പൗർണമി തോറും നടക്കുന്നതാണ്. ഈ പൂജയുടെ പേര് സമുദ്ര ആരതി എന്ന് പറയുന്നത്. ഇത് കാശിയിൽ ഗംഗാ നദിയുടെ തീരത്ത് നടക്കുന്ന പൂജയാണ്. അത് ഇപ്പോൾ 3 വർഷങ്ങൾക്ക് മുകളിലായി നമ്മുടെ കന്യാകുമാരിയിൽ മുക്കടലും സംഗമിക്കുന്ന സ്ഥലത്ത് മാസം തോറും പൗർണമിയിൽ നടന്നു വരികയാണ്. ഇത് ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ശിവന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ പൂജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 27 സ്ത്രീകൾ ഈ വിളക്ക് വെച്ച് 27 നക്ഷത്രത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ നക്ഷത്രത്തിൻ്റെ പേരിൽ 27 വിളക്ക് വെച്ചിട്ട് 27 സുമംഗലി സ്ത്രീകൾ വയ്ക്കും. അതുപോലെ 5 തട്ടിലെ ദീപാരാധന ശിവന് കാണിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മുടെ കന്യാകുമാരി കടൽത്തീരത്ത് മാസം തോറും പൗർണമിയിൽ നടന്നു വരികയാണ്. ഞങ്ങൾ എല്ലാ മാസവും ഈ പൂജയിൽ പങ്കെടുക്കാറുണ്ട്.
നിങ്ങളും ഇന്ന് പങ്കെടുക്കണം. നല്ലതായത് പങ്കെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉയർച്ചയും കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, എന്നാൽ സന്തോഷം.